Hello students, welcome back to Bosco Campus Vision. So here we are moving on to the third module in security analysis and portfolio management, that is valuation of securities. So as we know, securities are certificates or other financial instruments that has monetary value and can be traded. സോ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന മണി വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്സിനെയും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. And we know that there are mainly two types of securities, that is ownership securities and creditorship securities. And for the purpose of valuation, we can term them as fixed income securities and variable income securities. As the return or income from the ownership securities are not fixed, they are also known as variable income securities. And because the return or income is fixed for the creditorship securities, they can be termed as fixed income securities. സോ വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ടെണ്ണമാണ്, ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ്. എന്നാൽ ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഒരുപാട് തരം ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വർഷത്തിന് താഴെ മെച്യൂരിറ്റി പീരീഡ് ഉള്ള സെക്യൂരിറ്റീസിനാണ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽസ് എക്സെട്ര, അതൊക്കെയാണ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വർഷത്തിന് മുകളിൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലോങ് ടേം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ്. So in this chapter we will be dealing with the valuation of these two fixed income securities and these two variable income securities. So the fixed income securities include bonds and debentures, and the variable income securities include equity shares and preference shares. So we will begin with bonds. What do you mean by bonds? They are long-term fixed income debt instruments that are unsecured in nature. It is a long-term contract where the bondholder lends money to the issuer for interest. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ലോങ് ടേം പീരീഡിലേക്ക് കടമായിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബോണ്ട്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബോണ്ട്സ് എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആണ്, ബിക്കോസ് ഈ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് കമ്പനിയുടെ മറ്റ് സെക്യൂരിറ്റീസിലോ അസറ്റ്സിലോ പ്ലെഡ്ജ് ചെയ്തിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് റിസ്കിന് വളരെ സാധ്യത കൂടുതലാണ്. സോ ഇതൊരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്. അവിടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് ബോണ്ട് ഹോൾഡർ കാശ് ലെൻഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ റിട്ടേൺ ഫോർ എ ഫിക്സഡ് ഇൻകം നോൺ ആസ് ഇൻട്രസ്റ്റ്. സോ കൃത്യമായ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറയുന്നത്. And the interest may be paid annually, semi-annually or quarterly. So in India there are two major categories of bonds, that is government bonds and corporate bonds. സോ ബോണ്ട്സിൻ്റെ ഇഷ്യൂറിൻ്റെ ബേസിസിൽ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ബോണ്ടിനെ തിരിച്ചിരിക്കുന്നത്, ഗവൺമെൻറ് ബോണ്ട്സ് ആൻഡ് കോർപ്പറേറ്റ് ബോണ്ട്സ്. വെൻ ദ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് കമ്പനീസ്, ദേ ആർ നോൺ ആസ് ഗവൺമെൻറ് ബോണ്ട്സ്. And when the bonds are issued by private sector companies, they are known as corporate bonds or debenture. സോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ബോണ്ട്സ് എന്ന് പറയുന്നത്. അതേസമയം പ്രൈവറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. So however, these two terms such as bonds and debentures are often used interchangeably. So the term bond is used in this chapter to represent debentures also. സോ ഇഷ്യൂറിൻ്റെ ബേസിസിൽ മാത്രമാണ് ബോണ്ടും ഡിബെഞ്ചറും തമ്മിലൊരു ഡിഫറൻസ് വരുന്നത്. ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ ബോണ്ട്സ് എന്നും, പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡിബെഞ്ചർ എന്നും വിളിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ വാല്യുവേഷൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ബോണ്ട്സും ഡിബെഞ്ചറും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. So next we will look into some of the important terms related to bonds. The first one is maturity. It is the duration date or the date of repayment of principal. So ബോണ്ടിൻ്റെ ഇഷ്യൂർ ബോണ്ട് ഹോൾഡറിന് ബോണ്ടിൻ്റെ ആക്ച്വൽ വാല്യൂ റീപേ ചെയ്യേണ്ട ഡേറ്റിനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ 2 വർഷത്തേക്കുള്ള ബോണ്ടാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ആ ബോണ്ടിൻ്റെ ഒറിജിനൽ വാല്യൂ അതിൻ്റെ ഹോൾഡറിന് റീപേ ചെയ്യണം. Next is coupon rate. It is the fixed interest rate on which the bond is issued. സോ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ കൂപ്പൺ റേറ്റ് എന്നും പറയുന്നത്. സോ അത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിക്സഡ് ആയിരിക്കും. അതിപ്പോൾ 5% ആവാം, 6% ആവാം, 8% ആവാം, എത്ര വേണമെങ്കിലും ആവാം. സോ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫേസ് വാല്യൂ, ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ദ ബോണ്ട് ഓർ ദ എമൗണ്ട് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി.
സോ മെച്യൂരിറ്റി ടൈമിൽ ഇഷ്യൂവർ ബോണ്ട് ഹോൾഡറിന് റീപേ ചെയ്യുന്ന ആക്ച്വൽ എമൗണ്ടിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ നോർമൽ ബോണ്ട്സിൻ്റെ കേസിലാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും റീപേ ചെയ്യുന്ന സമയത്തും ഫേസ് വാല്യൂ സെയിം ആയിരിക്കും. ഇനി സീറോ കൂപ്പൺ ബോണ്ട്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഡിസ്കൗണ്ടിലും റീപേ ചെയ്യുന്നത് ഒരു പാർ വാല്യൂവിലായിരിക്കും. അതാണ് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റിഡംഷൻ വാല്യൂ, ദ എമൗണ്ട് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ബൈ ദ ഇഷ്യൂവർ സച്ച് ദാറ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. സോ ചില കേസസിൽ മെച്യൂരിറ്റി ഡേറ്റ് വരെ കാത്തു നിൽക്കാറില്ല, അതിനു മുമ്പ് തന്നെ ബോണ്ട്സ് റിഡീം ചെയ്യാറുണ്ട്. സോ അങ്ങനെ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് റിഡീം ചെയ്യുമ്പോൾ ഇഷ്യൂവർ പേ ചെയ്യുന്ന വാല്യൂവിനെയാണ് റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ദാറ്റ് വാല്യൂ ക്യാൻ ഐദർ ബി അറ്റ് എ പാർ, പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. Next is current price or market price, the price at which the bond is currently traded in the market. സോ ഈ ബോണ്ട്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ബോണ്ട് ഹോൾഡറിന് വേണമെങ്കിൽ അത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് സെല്ല് ചെയ്യാം. സെക്കൻഡറി മാർക്കറ്റ്സ് വഴി റീസെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബോണ്ട്സിന് അവൈലബിൾ ആണ്. സോ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിലുള്ള ബോണ്ട്സിൻ്റെ പ്രൈസിനെയാണ് കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ബോണ്ട്സ്. So next we will look into some of the important benefits of investing in bonds. So the first benefit is predictability of income. As bonds are fixed income securities, we are fully aware of the amount or return that we will get by investing in it. സോ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, ബിക്കോസ് ദേ ആർ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ആണെന്ന് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. സോ വി ക്യാൻ ഈസിലി പ്രെഡിക്റ്റ് ദ ഇൻകം അവൈലബിൾ ഫ്രം ഇറ്റ്. നെക്സ്റ്റ് ഇസ് സേഫ്റ്റി. ആസ് കമ്പയർഡ് ടു ഇക്വിറ്റി, ഗവൺമെൻറ് ബോണ്ട്സ് ആർ കൺസിഡേർഡ് ടു ബി മോർ സേഫ് ആൻഡ് സെക്യൂർ. സോ ഗവൺമെൻറ്റ്സ് ആണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പബ്ലിക്കിനെല്ലാം കൂടുതൽ പ്രിഫറൻസ് ബോണ്ട്സിനോടായിരിക്കും, ബിക്കോസ് ദേ കൺസിഡർ ഇറ്റ് ടു ബി മോർ സേഫ് ആൻഡ് സെക്യൂർ ദാൻ അതർ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. Next is diversification. It can be used as a diversification tool. It helps in creating a better portfolio with better returns by adjusting the loss created by other securities to a greater extent. സോ ഒരു പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫിക്കേഷൻ ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോണ്ട്സ് എന്ന് പറയുന്നത്, ബിക്കോസ് ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സോ വേരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് വഴി നമുക്ക് അധികം റിട്ടേൺസ് ഒന്നും ലഭിച്ചില്ലെങ്കിലും ബോണ്ട്സ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ വലിയ നഷ്ടമില്ലാതെ നമുക്ക് റൺ ചെയ്ത് പോകാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ടാക്സ് ബെനിഫിറ്റ്സ്. ദെയർ ആർ ടാക്സ് എക്സംഷൻസ് ഫോർ സർട്ടൻ ബോണ്ട്സ്. സോ എല്ലാ ബോണ്ട്സിനും ഇല്ല, ചില ബോണ്ട്സിനൊക്കെ ടാക്സ് എക്സംഷൻസ് ലഭിക്കാറുണ്ട്. സ്പെഷ്യൽ കേസസിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബോണ്ട്സിനാണ് ടാക്സ് ബെനിഫിറ്റ്സ് ലഭിക്കാറ്. And the last one is loan on bonds. Some banks to an extent give loans on to a great extent bonds. സോ ബോണ്ട്സ് വെച്ചിട്ട് നമുക്ക് ബാങ്ക്സിൽ നിന്ന് ലോൺസ് ഒക്കെ എടുക്കാൻ സാധിക്കും. എല്ലാ ബാങ്ക്സും ലോൺസ് പ്രൊവൈഡ് ചെയ്യില്ല. ചില ബാങ്ക്സ് ഒക്കെ ബോണ്ട്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ചില ബാങ്ക്സ് ഉണ്ട്, അവരൊക്കെ ബോണ്ട്സിൻ്റെ ഒറിജിനൽ വാല്യൂവിൽ നിന്നും 60-70% എമൗണ്ട് വരെ ലോൺ കൊടുക്കാറുണ്ട്. ഇപ്പോൾ 500 റുപ്പീസിൻ്റെ ബോണ്ട് ആണെങ്കിൽ ഒരു 300-350 റുപ്പീസിന് വരെയൊക്കെ നമുക്ക് ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കും. So income predictability, safety and the diversification, tax benefits and the loan on bonds are the major benefits of investing in bonds. So in this session we discussed about bonds, which is a fixed income security, and the important terms related to bonds and the benefits of investing in bonds. Hope all are clear with the topic. Thank you.